ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആട്രിബ്യൂട്ട്സ് ആൻഡ് വേരിയബിൾസ്, അതിൽ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. നമുക്ക് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ആർ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഇവൻ ഓർ ഇൻഡിവിജ്വൽ. അത് നമ്മളൊരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അതൊരു പക്ഷേ നമ്മൾ ഇൻഡിവിജ്വൽസിനെ കുറിച്ചായിരിക്കാം, ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനെക്കുറിച്ച്, സംഭവത്തെക്കുറിച്ചായിരിക്കാം, ഇവൻറ്റിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചായിരിക്കാം, ഒബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അപ്പോൾ അതിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയെക്കുറിച്ച്, അയാളുടെ താല്പര്യങ്ങളെക്കുറിച്ചൊക്കെ പഠനം നടത്തുമ്പോൾ ഒരു പക്ഷേ അയാൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് നമ്മൾ ചോദിക്കുക അല്ലേ. അപ്പോൾ അത് ബ്ലൂ ആണ് അല്ലെങ്കിൽ റെഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. കളർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ആട്രിബ്യൂട്ടാണ്, അതായത് ആ ഇൻഡിവിജ്വലിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചർ അല്ലേ, ആ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫീച്ചറാണത് അല്ലേ. അപ്പം ഇവൻ്റ്, ഏതെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടിയാണോ വെഡ്ഡിങ് പാർട്ടിയാണോ അല്ലേ, ആ രീതിയിൽ നമുക്ക് അതിൻ്റെ ഫീച്ചറായിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു വസ്തു, അത് ഹാർഡാണോ സോഫ്റ്റ് ആണോ, അപ്പോൾ അതൊക്കെ എന്താണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് ഓർ പ്രോപ്പർട്ടീസ്, എന്തിൻ്റെ ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ, ഒബ്ജക്റ്റിൻ്റെ, ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ. അപ്പോൾ എന്താണ് ആട്രിബ്യൂട്ട്സ് സൂചിപ്പിക്കുന്നത്? ദേ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഈ പഠനം നടത്തുന്ന വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ സംഭവത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയൊക്കെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ, സ്വഭാവം എന്താണ്, ഈവൻ ക്വാണ്ടിറ്റി വരെയും അവിടെ നമ്മളതിൻ്റെ പഠന വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള രീതിയിലും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആട്രിബ്യൂട്ട്സിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് സെക്സ്, അതായത് മെയിലാണോ ഫീമെയിലാണോ, ബ്ലൈൻഡ്നെസ്, ഒരാളുടെ കാഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഐ കളർ, കണ്ണിൻ്റെ കളർ അല്ലേ, നാഷണാലിറ്റി, ഇന്ത്യൻ ആണോ മലേഷ്യക്കാരനാണോ ചൈനക്കാരനാണോ, എംപ്ലോയ്മെൻറ്റ്, അയാൾ എംപ്ലോയിഡ് ആണോ അൺഎംപ്ലോയിഡ് ആണോ അല്ലേ, ഏത് ടൈപ്പ് ഉദ്യോഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വിച്ച് കനോട്ട് ബി മെഷേർഡ് ബട്ട് ഓൺലി ദെയർ പ്രസൻസ് ഓർ ആബ്സെൻസ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ക്യാൻ ബി നോട്ടഡ്. അപ്പോൾ ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രത്യേകത ഇതൊന്നും തന്നെ എന്താണ്, ഇതൊന്നും മെഷറബിൾ അല്ല, അതിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലേ. അത് അതിൻ്റെ ഒരു ആബ്സെൻസ് അല്ലെങ്കിൽ പ്രസൻസ് നമുക്ക് ആ ഒരു സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്നൊക്കെ പറയുക. ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആട്രിബ്യൂട്ട്സ് പോലെ തന്നെയാണ്. ഇനി however nowadays attributes are considered as non-orderable and countable. അതായത് നമുക്കൊരു ഓർഡർ ചെയ്യാൻ പറ്റാത്ത, നമുക്കൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമായിട്ടാണ് ആട്രിബ്യൂട്ട്സിനെ കരുതുക. അപ്പോൾ അതായത് അതിന് നോമിനൽ വേരിയബിൾസ് ആയിട്ട് കരുതുക. നോമിനൽ വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാലും അത് ക്വാളിറ്റേറ്റീവ് നേച്ചറിലുള്ള വേരിയബിൾ തന്നെയാണ്. ഇഫ് സെക്സ് ഈസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് സെക്സ് ഈസ് റെക്കോർഡഡ് ആസ് 1 ഫോർ മെയിൽ, നമുക്ക് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിനെ മെഷീൻ റീഡബിൾ ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ചില കോഡുകൾ ഇതിന് നൽകേണ്ടതുണ്ട്. അതായത് മെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 1 എന്നോ, ഫീമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്നോ, അത് ജസ്റ്റ് കോഡിങ് മാത്രമാണ്, നേരെ തിരിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള നമ്പർ അതിന് അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ലേബലിംഗ് മാത്രമാണ്, ഇത് കൗണ്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് മെയിലിനെ സൂചിപ്പിക്കുന്നതിന് 1 എന്ന് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഫീമെയിലിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി 2 എന്ന് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ ദ സം പ്രൊഡക്റ്റ് ഓർ ഡിഫറൻസ് ഓഫ് 1 and 2 മേക്ക് നോ സെൻസ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന 1നും 2നും അത് തമ്മിൽ കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ, അതായത് 1നും 2നും കൂട്ടിക്കഴിഞ്ഞാൽ 3 ആളുകളുണ്ടെന്നോ അങ്ങനെയൊന്നും അതിനർത്ഥം പറയാൻ വേണ്ടി സാധിക്കില്ല. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് 1 into 2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനോ, അല്ലെങ്കിൽ ഡിഫറൻസസ് അതിൻ്റെ വ്യത്യാസങ്ങൾ കാണാനോ, അതായത് നമ്മൾ സാധാരണ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഒന്നും ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെയിൽ ഫീമെയിൽ എന്നുള്ളതിന് നമ്മൾ കോഡ് ചെയ്തിരിക്കുന്ന ഈ നമ്പറിന് വെച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇത് ആട്രിബ്യൂട്ട്സിനെയാണ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വേരിയബിളായിട്ടാണ് ഈ മെയിലും ഫീമെയിലൊക്കെ കരുതപ്പെടുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ആട്രിബ്യൂട്ട്സിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ് ആണ്. ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ നോൺ ന്യൂമറിക്കൽ ആട്രിബ്യൂട്ട്സ്. അത് നോൺ ന്യൂമറിക്കലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അത് നമ്പറുകളല്ല അല്ലേ, നമ്പറുകളല്ല. ദാറ്റ് കനോട്ട് ബി മെഷേർഡ് സച്ച് ആസ് കളേഴ്സ്, ഒപ്പീനിയൻസ് എക്സെട്ര. അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത, മെഷറബിൾ അല്ലാത്ത, നമ്പർ രൂപത്തിൽ സൂചിപ്പിക്കാത്ത കാര്യങ്ങളാണ് ആട്രിബ്യൂട്ട്സ്. അത് കളറാവാം, ഒപ്പീനിയൻ ആവാം അല്ലേ. കളർ എന്ന് പറയുമ്പോൾ റെഡോ ബ്ലൂ അങ്ങനെയൊക്കെ ആവാം, ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഗുഡ് ബാഡ് അല്ലേ, ആ രീതിയിലൊക്കെ ആകാം. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സും ഉണ്ട്.
മോസ്റ്റ്ലി നമ്മൾ ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതിന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുകളുള്ള ആട്രിബ്യൂട്ട്സുകളുണ്ട്. അത് ന്യൂമറിക്കലാണ്, നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏജ്, ഹൈറ്റ്, വെയിറ്റ് അല്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഏജ് 20 years, ഹൈറ്റ് 165 centimeter. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് അതിനെ എടുക്കാം. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെയോ ഇവൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻഡിവിജ്വലിൻ്റെ കേസിലാണ് ഏജും ഹൈറ്റും വെയിറ്റൊക്കെ വരുന്നത് കൂടുതലായിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് അതിനെ സൂചിപ്പിക്കുന്ന ഏജും ഹൈറ്റും വെയിറ്റും ഒക്കെ നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ടും എടുക്കാറുണ്ട്. കൂടാതെ കാറ്റഗറിക്കൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. കാറ്റഗറിക്കൽ ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദീസ് ആർ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ ടേക്ക് ഓൺ എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് സച്ച് ആസ് ജെൻഡർ, നാഷണാലിറ്റി, ഒക്യുപ്പേഷൻ എക്സെട്ര. അതായത് നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഇപ്പോൾ ജെൻഡറിനെ ഉപയോഗിക്കുകയാണെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ, അല്ലെങ്കിൽ നാഷണാലിറ്റി ഇന്ത്യൻ, പാകിസ്ഥാനി ആ രീതിയിൽ, അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ അവരുടെ ഒക്യുപ്പേഷൻ എന്താണോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു റാങ്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പർട്ടിക്കുലർ കാറ്റഗറിയിൽ പെടുത്തുകയാണെങ്കിൽ, അപ്പോൾ റാങ്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ്. റാങ്ക് ചെയ്യാൻ വേണ്ടിയുള്ളത് ഓർഡിനൽ ആട്രിബ്യൂട്ട്സ് ആണ്. നമുക്കതിൻ്റെ എക്സാമ്പിളും എന്താണെന്നും പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് തരംതിരിക്കുകയാണ് കാറ്റഗറികളായിട്ട്, പല രീതികളായിട്ടല്ലേ. ജെൻഡർ മെയിൽ ഫീമെയിൽ എന്ന് കാറ്റഗറിയായിട്ട് തരംതിരിച്ചു. നാഷണാലിറ്റി ഇന്ത്യൻ, അമേരിക്കൻ അങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഒക്യുപ്പേഷൻ വൈസ് അത് ബിസിനസ്മാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് എംപ്ലോയി അങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ അങ്ങനെ തരംതിരിക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സിനാണ് കാറ്റഗറിക്കൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഓർഡിനൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓർഡിനൽ ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഹാവ് എ നാച്ചുറൽ ഓർഡർ റാങ്കിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ട്സിന് നമുക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലെവലിൽ നമുക്ക് ഹൈസ്കൂള് അല്ലെങ്കിൽ UG, അതായത് ഡിഗ്രി, അല്ലെങ്കിൽ അതിന് മുമ്പ് +2, പിന്നെ PG അങ്ങനെയൊക്കെ നമുക്ക് റാങ്ക് ചെയ്യാൻ സാധിക്കില്ല. ഏറ്റവും ഉയർന്ന ആ ഒരു ഡിഗ്രി ആയിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിൻ്റെ താഴെ ഡിഗ്രി, പിന്നീട് +2, പിന്നെ 10th class, ആ രീതിയിൽ നമുക്കതിനെ റാങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഇൻകം ലെവലിൽ നമുക്ക് റാങ്ക് ചെയ്യാൻ സാധിക്കും അല്ലേ. ഹൈ ഇൻകം ഉള്ള ആളുകൾ, മീഡിയം ഇൻകം ഉള്ള ആളുകൾ, ലോ ഇൻകം ഉള്ള ആളുകൾ. അപ്പോൾ ഇവിടെ ഇൻകം, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്ത് ടൈപ്പ് ആട്രിബ്യൂട്ട്സ് ആണ്? ഓർഡിനൽ ആട്രിബ്യൂട്ട്സ് ആണല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള കാറ്റഗറിക്കൽ ആട്രിബ്യൂട്ട്സ് നമുക്കതിനെ റാങ്ക് ചെയ്യാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് നോക്കാം. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് റെലവൻസിനെ കുറിച്ചാണ്. അതായത് ആട്രിബ്യൂട്ട് ഷുഡ് ബി റെലവൻറ്റ് ടു ദി പ്രോബ്ലം. നമ്മൾ എന്ത് പ്രോബ്ലത്തെക്കുറിച്ചാണോ സ്റ്റഡി ചെയ്യുന്നത് ആ ഒരു പ്രോബ്ലത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ്, ഒരു തൊഴിൽ രംഗത്തെ എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ അയാളുടെ ഐ കളറിനെ കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അതായത് ഐ കളറും ജോബ് സാറ്റിസ്ഫാക്ഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച്, അദ്ദേഹത്തിന് കിട്ടുന്ന സാലറിയെക്കുറിച്ച്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ വർക്കിംഗ് അവേഴ്സും ആ കാര്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെ ഇവിടെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടായിട്ട് മാറുന്നു അല്ലേ. നമുക്ക് രണ്ടാമത് നോക്കാം ആക്യുറസി. ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ് ആൻഡ് ഫ്രീ ഫ്രം എറേഴ്സ്. അതായത് നമ്മൾ ആട്രിബ്യൂട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ അത് കറക്റ്റ് ആയിരിക്കണം, എറർ ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അതായത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അപ്പോൾ അതായത് നമുക്ക് ഒരു അൺഎംപ്ലോയിഡ് ആളെ നമുക്ക് എംപ്ലോയിഡ് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എംപ്ലോയിഡ് അത് അൺഎംപ്ലോയിഡ് ആൾ അൺഎംപ്ലോയിഡ് തന്നെ ആ ആട്രിബ്യൂട്ട് നമ്മൾ ടിക്ക് ചെയ്തിരിക്കണം അല്ലേ. അല്ലെങ്കിൽ അതങ്ങനെയുള്ള ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ എംപ്ലോയിഡ് ആൾ അൺഎംപ്ലോയിഡ് എന്നോ അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആൾ എംപ്ലോയിഡ് എന്നോ മാറി ഡാറ്റ നൽകാൻ വേണ്ടി സാധിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എററുണ്ട് അല്ലേ, ഡാറ്റ എററുണ്ട്. അപ്പോൾ ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ആക്യുറസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കംപ്ലീറ്റ്നെസ് ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട് ഷുഡ് ബി കംപ്ലീറ്റ് ആൻഡ് നോട്ട് മിസ്സിങ് എനി വാല്യൂസ്. അപ്പോൾ നമ്മൾ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണോ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ജെൻഡർ, ഏജ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ, ഇൻകം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് വാങ്ങിക്കേണ്ടതാണല്ലേ. അതിലേതെങ്കിലും ഒരു ഐറ്റം, ഉദാഹരണത്തിന് ഏജ് മാത്രം നമ്മൾ ബ്ലാങ്കായിട്ട് ഒഴിവാക്കുന്നു, അത് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് വാങ്ങിക്കുന്നില്ല എങ്കിൽ അതെന്താണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് അല്ല അല്ലേ. ആട്രിബ്യൂട്ടുകളെല്ലാം കംപ്ലീറ്റ് അല്ല. ദെൻ കൺസിസ്റ്റൻസിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഇൻ ദെയർ ഫോർമാറ്റ് ആൻഡ് മെഷർമെൻറ്റ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മളൊരു പർട്ടിക്കുലർ ഫോർമാറ്റിലാണ് ആട്രിബ്യൂട്ട് രേഖപ്പെടുത്തുന്നതെങ്കിൽ ആ ഒരു ഫോർമാറ്റ് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ആ ഒരു അറ്റ്ലീസ്റ്റ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ക്വസ്റ്റ്യർ അല്ലേ. ഒരു ക്വസ്റ്റ്യർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് മെയിലിന് പകരം നമ്മൾ M എന്ന് നമുക്ക് സൂചിപ്പിക്കാം, ഫീമെയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ F എന്ന് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ എമ്മും എഫും നമ്മളങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യറിൽ അങ്ങനെ എമ്മും എഫും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അല്ലേ. ഇടയ്ക്ക് മെയിൽ, ഇടയ്ക്ക് M എന്നും അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് നോക്കാം. ആട്രിബ്യൂട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഒന്നാമത്തെ കാര്യം, ഡാറ്റ അനാലിസിസിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആട്രിബ്യൂട്ട്സ് പ്രൊവൈഡ് ദ ബേസിസ് ഫോർ ഡാറ്റ അനാലിസിസ് ആൻഡ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ പാറ്റേൺസ്, ട്രെൻഡ്സ് ആൻഡ് കോറിലേഷൻസ്. അതായത് ആട്രിബ്യൂട്ടുകൾ നമ്മൾ ഡാറ്റ അനാലിസിസിന് വേണ്ടി, ഡാറ്റയുടെ വിശകലനത്തിന് വേണ്ടിയും
നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പാറ്റേൺ എന്താണ്, ഒരു ട്രെൻഡ് എന്താണ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ആട്രിബ്യൂട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഏജ്, ജെൻഡർ, ഇൻകം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു 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 നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിങ്ങിന് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് യങ്ങർ കസ്റ്റമേഴ്സാണ്. അതായത് അവരുടെ ഇൻകവും അവരുടെ ഏജും ഒപ്പം തന്നെ അവരുടെ ഇത്തരത്തിലുള്ള ഷോപ്പിംഗ് പ്രവണതകളൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അതായത് ഡാറ്റ അനാലിസിസിന് വേണ്ടി ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ടുകളായിട്ടുള്ള ഏജും ഇൻകവും എല്ലാം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ദെൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആട്രിബ്യൂട്ട്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ്. അതായത് നമ്മൾ ആട്രിബ്യൂട്ട്സ് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള കീ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ, ഇൻഡിവിജ്വലിൻ്റെ ആകാം, ഇവൻറ്റിൻ്റെ ആകാം, ഒബ്ജക്റ്റിൻ്റെ ആകാം, അത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലേ. അതായത് നമ്മൾ കുറേ ആളുകളുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്, അവരുടെ എഡ്യൂക്കേഷൻ ലെവൽ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ആട്രിബ്യൂട്ടുകൾ പഠിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആർക്കാണ് ഈ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ കുറേ എംപ്ലോയീസ്, അവരുടെ എഡ്യൂക്കേഷൻ ലെവലും എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസൊക്കെ നോക്കിയിട്ട് ആർക്കൊക്കെയാണ് നമുക്ക് ട്രെയിനിങ് ഓഫർ ചെയ്യേണ്ടത് തുടങ്ങിയ ഡിസിഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് ആട്രിബ്യൂട്ടുകൾ സഹായിക്കുന്നുണ്ട്. അടുത്ത മെഷീൻ ലേണിങ്ങിന് വേണ്ടി ആട്രിബ്യൂട്ടുകൾ സഹായിക്കുന്നുണ്ട്. മെഷീൻ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളും അല്ലെങ്കിൽ മെഷീനിൽ പ്രവർത്തിക്കുന്ന സഹായത്തോട് പ്രവർത്തിക്കുന്ന ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് ഇൻപുട്ടുകളായിട്ട് ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ടുകൾ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ. ഇൻപുട്ടുകൾ, അതായത് ഈ ഒരു ആട്രിബ്യൂട്ടുകൾ, ഫീച്ചേഴ്സിനെ നമ്മൾ ഇൻപുട്ടുകളായിട്ട് മെഷീനിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പല നിഗമനങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലേ. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില മോഡലുകൾ നമുക്ക് ഒരു സ്റ്റുഡൻ്റ് വിൽ പാസ് ഓർ ഫെയിൽ, ഒരു സ്റ്റുഡൻറ്റ് വിജയിക്കുമോ അല്ലയോ അല്ലേ, കുട്ടികളുടെ വിജയ ശതമാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അറ്റൻഡൻസ്, ആ കുട്ടി എത്ര നാൾ ക്ലാസ്സിൽ ഹാജരായി, അദ്ദേഹം എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് അല്ലേ, സ്റ്റഡി അവേഴ്സ്, ദെൻ പാസ്റ്റ് ഗ്രേഡ്സ്, ഇതിനു മുമ്പ് കിട്ടിയ ഗ്രേഡുകൾ, അപ്പോൾ അത്തരത്തിലുള്ള ആട്രിബ്യൂട്ടുകളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മെഷീൻ തന്നെ റീഡ് ചെയ്ത് ആ ഒരു സ്റ്റുഡൻറ്റ് പാസ്സാകാനോ ഫെയിലാകാനോ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള മെഷീൻ ലേണിങ്ങിന് വേണ്ടിയുള്ള ഇൻപുട്ടുകളായിട്ട് ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. മെഷീൻ ലേണിങ്ങിനെയും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മളിത് മറന്നു പോകില്ല. അല്ലെങ്കിൽ ഇത് അല്പം മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ എക്സാമ്പിളുകൾ സഹിതം പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേരിയബിൾസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സിനെ ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുക കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ തിയറി ക്ലാസ്സുകൾ എടുക്കുമ്പോഴോ, അപ്പോൾ ഉദാഹരണങ്ങൾ ഇനി കൂടുതൽ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് നല്ല ക്ലാസ്സാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.